നീല ശിവദാസന MLA നമ്മുടെ കുഞ്ഞനന്ദന്റെ മോൻ കാർത്തികേയൻ. വിവരമൊന്നുമില്ല. വാ. നീല നേരത്തോട് നേരായി മോന്റെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. പോവാൻ ചാൻസ് ഉള്ളിടത്തെല്ലാം അന്വേഷിച്ചു, പലരെയും പല വഴിക്ക് വിട്ടിട്ടുമുണ്ട്. പക്ഷേ ഇനിയും അതിനങ്ങനെ കിടത്തണോ? വേണ്ട, പാപമാണ്. വളരെ അച്ഛതായിക്കോളൂ. തയ്യാറാണ് കൊള്ളി വെക്കാൻ. ഞാനുണ്ട്. ശാസ്ത്രവിധിക്ക് തെറ്റാവുന്നാലും അതും കൂടെ ഞാൻ തന്നെ ചെയ്യണമെന്നാവും. നിന്റെ തന്റെ ശേരൻ എന്റെ അമ്മയ്ക്ക് ഇവിടെ ചികിത്സയില്ലെന്ന് പറഞ്ഞാടി. എന്റെ അമ്മ ഇവിടെ ഇറക്കി വിട്ടാടി. ആൻസർ മീ. എന്റെ അമ്മയെ കൊന്നല്ലടി. മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് ദേ കാണിച്ചതാ കൈവെട്ടി എടുത്തപ്പം. കാർത്തികേയൻ കാണിക്കില്ല, തലയെറിഞ്ഞ് തള്ളും. എന്റെ അമ്മയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഈ കോപ്പെല്ലാം തട്ടിപ്പൊളിച്ച്. എന്റെ പാവ അമ്മയ്ക്ക് ചികിത്സ ഇല്ലാത്ത ഈ ഹോസ്പിറ്റലിൽ ഇല്ല. മതി, വേണ്ട. ശിവദാസൻ ഇവിടെ കൊണ്ട് തീരുന്നില്ലെന്നും അത്രയ്ക്ക് വലിയ മുറിവ എന്റെ ഉള്ളിൽ വീണത്. അത് ഉണങ്ങാൻ കണ്ണീര് വീട്ടാരുടേതായാലും ഇങ്ങോട്ട് വരാൻ ഞാനാ പറയുന്നത്. വൈകിപ്പോയി അല്ലേ കുട്ടി? കരുതിയില്ല അമ്മ എന്നും ഇവിടെ ഉണ്ടാകുന്നുള്ള വിശ്വാസമായിരുന്നു. സാരില്ല, വാ. ഒരു കൊടുങ്കാറ്റിലും ഉലയാതെ നിന്നൊരാ അതാ അവിടെ കിടപ്പുണ്ട്. നിന്നെ കാണുമ്പോഴെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞാ മതിയായിരുന്നു.
ഒരുപാട് തിരക്കുകൾക്കിടയിൽ വീട് മറന്നു, അമ്മയെ മറന്നു. പട്ടടയിൽ കൊള്ളിവെക്കാൻ അതിനെന്തേ ഉണ്ടായില്ല. അവള് പുറത്തോളം. എന്തിനാ പക്ഷെ ആശുപത്രി തല്ലിപ്പൊളിക്കാൻ പോയേ? അതുകൊണ്ട് എന്താ കാര്യം? തിരിച്ചു വരുമോ പോയവര്? എന്താ നീ അങ്ങനെ കാട്ടിയേ? തെറ്റും ശരിയൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ തോന്നി ചെയ്തു. എന്തിന്? അവന്റെ അച്ഛന്റെ പേര് മംഗലശ്ശേരി നീലകണ്ഠൻ ആയതുകൊണ്ട്. പൊയ്ക്കോ, തെക്കേ കണ്ടെത്തി ചെന്ന് അമ്മയോട് പറയാനുള്ളത് പറയേ. പോയ നാളുകളുടെ ചുടലപ്പറമ്പിലെ പാഴ്ചെടിയായി ഞാൻ മാത്രം ബാക്കി. എന്നാടോ മരണം എന്നോട് ദയ കാണിക്കുന്നത്? മോനെ, മഹാപാപമാ ഞാൻ ചെയ്തത്. അച്ഛനെ കൊണ്ട് കൊള്ളിവെപ്പിച്ചില്ലേ ഞാൻ? ഇല്ല മോനെ, അത് തെറ്റാണെങ്കിൽ എന്നെ കൊണ്ട് കാലം ചെയ്യിച്ച പാവങ്ങളുടെ കൂട്ടത്തിൽ അതും. നിന്നെ ഒന്ന് കാണാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. നിന്നോടെന്തോ പറയാനുണ്ടായിരുന്നു.